അപ്പു 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 നമ്മളിത് പല തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളല്ലേ. ദീപു, ഞാൻ ഇതൊക്കെ പറയുന്നത് ദീപുവിന് വേണ്ടിയിട്ടാണ്. ഒരു റൈറ്ററിന് കുറച്ച് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അതിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടൈമിങ്ങിന് ഫിനിഷ് ചെയ്യാനാണ്. ഇത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലിയല്ലേ അപ്പു, അല്ലാതെ ഇമ്പോസിഷൻ ഒന്നുമല്ലല്ലോ. പറഞ്ഞു പറഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ തന്നെ എത്തി. ഞാൻ വെക്കുക, എനിക്ക് ഫോട്ടോഷൂട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. പൺലാമാ വേണാമാ വേണാമാ പൺലാമാ പൺലാമാ. ലക്കി മോളെ. എന്താ പോലെ ഭയങ്കര പണി. ഒരു വലിയ ഇവന്റ് വന്നിട്ടുണ്ടടാ, എനിക്ക് പ്ലാൻ ചെയ്യാണ്ട് കുറെ. 10 പേരുടെ ഗെറ്റ് ടുഗദർ ആണോ അതോ 20 പേരുടെ ബർത്ത്ഡേ പാർട്ടിയോ? ഡേടാ പോടാ പോടാ, നിന്റെ കാര്യം നോക്കി പോടച്ചേക്ക. ലക്കി, ഞാൻ എന്തെങ്കിലും സഹായിക്കണം. എടാ, നീ വൈറ്റില ജംഗ്ഷനിലേക്ക് എങ്ങനെ പോവാറ്? വൈറ്റില ജംഗ്ഷനിലേക്ക് സ്ട്രെയിറ്റ് പോയാ പോരെ? ആണല്ലേ. ആ, അല്ലാണ്ട് തേവരെ കൂടെ കുണ്ടന്നൂര് കേറിയിട്ട് ബൈപ്പാസ് കേറിയിട്ടല്ലോ. അത് ഭയങ്കര കറക്കാണ്. വൻ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പോയാൽ മതി. ആണല്ലേ. ബ്ലോക്ക് കുറച്ച് കുറവാ. നീ കറങ്ങാണ്ട് കാര്യം പറയും. ലക്കി, നിനക്ക് നമ്മുടെ അപ്പുവിനെ പറ്റി എന്താ അഭിപ്രായം? അപ്പുവിനെ കുറിച്ച് ഞാൻ ഒരു ഫീഡ്ബാക്ക് തന്നല്ലേ മോനെ. അല്ല, അന്ന് എല്ലാരും ഉണ്ടാവും പറഞ്ഞല്ലേ, ഇപ്പൊ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഒന്നുകൂടെ പറ. അപ്പോഴിപ്പോഴും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ആള് ഭയങ്കര സ്വീറ്റാ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താ പ്രശ്നം ആക്ച്വലി? എടാ, നിങ്ങൾ രണ്ടുപേരും നല്ല ആൾക്കാരാ. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു എന്നും വരും. പക്ഷെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോ ഒരു എന്താ പറയാ, ഒരു ആ കൾച്ചറൽ കോൺട്രാസ്റ്റ് ഒട്ടും അങ്ങോട്ട് മറിച്ചാൻ പറ്റും. നിങ്ങളുടെ ചിന്തകളും ലൈഫിനോടുള്ള അപ്രോച്ചും വേറെ വേറെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ ഒരു ലവ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോഴേ ഒരുപാട് കാര്യങ്ങളുണ്ട് മച്ചാനെ, സെറ്റ് ആവൂല. അല്ല, ഇതൊന്ന് ലളിതാക്കി പറയാൻ പറ്റുമോ നിനക്ക്? എടാ പൊട്ട, അവളാണെങ്കിൽ നല്ല അടക്കവും ചിട്ടയൊക്കെയുള്ള ഒരു പെൺകുട്ടി, നീയാണെങ്കിൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത അലവലാതി. പിന്നെ എങ്ങനെ ശരിയാവാ? ചേരില്ല, അത്രേ ഉള്ളൂ. മോനസാമേ, എങ്ങനെയുണ്ട്? മീൻ മേടിച്ചെന്നാണ്. സൂപ്പർ അല്ലേ? എന്തോ കൊറോണ. നീ ഇൻഷർട്ട് ചെയ്ത്. ഓക്കെ, മനസ്സിലായി. ഇതല്ലേ? ആ, ഒരു 2 സാധനങ്ങളുടെ കുറവുണ്ട്. അതെന്തൊക്കെയാണ്? കയ്യിലൊരു വലിയ പ്ലേറ്റ്, അതിലൊരു മസാല ദോശ, പിന്നെ തലയിലൊരു വെളുത്ത തൊപ്പി. ഒന്നും പറയാനില്ല, കറക്റ്റ് വെയിറ്റ്. പോടാ, സത്യം പറ, ശരിക്കും വെയിറ്റർ ലുക്ക് ഉണ്ടോ? എടാ, വെയിറ്റിന്റെ പണി അത്ര മോശമൊന്നുമല്ല. എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട്. ഇവിടെ ഇന്ന് തൊട്ട് 1-2 സ്ഥലത്ത് പോവാനുള്ളതാണ്. തെയ്യോ? ചാൻസ് ഇല്ലാതില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഷർട്ട് ഇടണ്ട. പോടാ, ഇന്ന് തരാതെ അതേ പോവാൻ പറ്റത്തില്ല. മീനും നിന്റെ അടുത്ത് പ്രോമിസ് ചെയ്തതാ. ആണോ? എന്നാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? അത് ഈ ഓവർ വിനയം, ചളിഞ്ഞ ചിരി, ഫോർമൽ ആയിട്ടുള്ള നെപ്പ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഇത്രേ ഉള്ളോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ചേരുമല്ലോ? ഇത്രേ ഉള്ളൂ. വെറുതെ ടെൻഷൻ അടിപ്പിച്ചു. ഇവനൊന്ന് തേഞ്ഞൊട്ടൂന്നാ തോന്നണം. നീ എപ്പോഴാ വന്ന? കണ്ടില്ലല്ലോ. ഞാനിപ്പോ വന്നുള്ളൂ ചേട്ടാ, അതാണ് ചേട്ടൻ കാണാറുണ്ട്. എന്താണ് തരുന്നത്? എടാ, ഞാൻ ആ ഒളിവിലെ ഓർമ്മകൾ ഇന്നലെ എവിടെ വെച്ചെന്ന്. ഒളിവിലെ ഓർമ്മകൾ ഞാൻ എടുത്തുതരാം. വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതെ ജോസഫ് ഏട്ടാ, ഞാൻ വന്നതേ എനിക്ക് ചേട്ടനായിട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. കാശിന്റെ കാര്യം ചോദിക്കരുത് പ്ലീസ്. കാശിന്റെ കാര്യം എന്താ ചേട്ടാ ചോദിക്കാനുള്ളത്? അത്യാവശ്യം വന്ന ചേട്ടൻ്റെ ആ പെട്ടിന്ന് എടുക്കാനുള്ള പെർമിഷൻ ചേട്ടൻ എനിക്ക് തന്നിട്ടില്ലേ? പെട്ടിയെ തൊട്ടതിന്റെ കൈ ഞാൻ വിട്ടു. അതല്ല, എനിക്ക് സത്യത്തിൽ ചേട്ടൻ്റെ ഒരു ഉപദേശമാണ് ചേട്ടാ. ഉപദേശം? എന്ത് ഉപദേശം? അതായത് ഞാനൊരു പെൺകുട്ടിയായിട്ടൊരു റിലേഷൻഷിപ്പിലാണെന്ന് ചേട്ടൻ അറിയാലോ? എനിക്കറിയില്ല. എന്നാ ഇപ്പം അറിഞ്ഞില്ലേ? ആണ് റിലേഷൻഷിപ്പ്. കാര്യം പറയടാ. ആ റിലേഷൻഷിപ്പ് ഇപ്പൊ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കുന്ന ഒരു തോന്നൽ. അത് ഞങ്ങൾ എപ്പോഴും വഴക്കാണ്. എന്താണ് ഈ വഴക്കുണ്ടാകാനുള്ള പ്രധാന കാരണം? പ്രധാന കാരണം വെച്ചാൽ ഉപദേശം തന്നെ. അവൾ തന്നെ എപ്പോഴും ഉപദേശമാണ്. അതൊരു കാര്യമില്ലാത്ത സംഗതിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നൊക്കെയാ പറയുന്നത്. ആ കുട്ടി പറഞ്ഞ കറക്റ്റ് അല്ലേ? നിനക്ക് എന്താ ഉത്തരവാദിത്തം ഉള്ളത്? അല്ല, ഞാൻ കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെ എനിക്കില്ല ചേട്ടാ. എടാ, ജീവിതമാകുമ്പോൾ ഇതുപോലെ ഉപദേശിക്കാനും കെയർ ചെയ്യാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതില്ലാത്തവനെ എൻ്റെ വിഷമം മനസ്സിലാവും. ചേട്ടനെ അങ്ങനെ ചെയ്യാൻ ഒരു പട്ടി പോലും ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഒരു
ഇൻഡിവിജ്വൽ സ്പേസ് ഒക്കെ വേണ്ട ചേട്ടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് പറയാനേട്ടാ? യഥാർത്ഥ സ്നേഹത്തിന്റെ വില അറിയാൻ മേലത്തെ തേണ്ടി. ഏതായാലും നീ ഒരു തീരുമാനം എടുത്തല്ലോ, ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്യാം. തീരുമാനം എടുത്തിട്ടില്ല, അതല്ല എന്റെ കൺഫ്യൂഷൻ. അതായത് ഇതുമായിട്ട് മുന്നോട്ട് പോണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യത്തിലാണ് എനിക്ക് ചേട്ടൻ ഞാൻ എന്ത് വേണം നീ പറ. ചേട്ടൻ കാര്യം പറയാം. ചേട്ടൻ പണ്ട് എന്നോട് ചേട്ടനൊരു ചേച്ചി തേച്ചിട്ട് പോയ കഥ പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ ഈ ബ്രേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അപർണയ്ക്ക് എന്ത് സംഭവിക്കും, ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള മൊത്തത്തിലൊരു മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കും, ചേട്ടൻ്റെ പണ്ടത്തെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥ എന്തായിരുന്നു, ഇതൊക്കെയാണ്. എടാ, ഞാനതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായങ്ങളായിട്ട് മറക്കാൻ നോക്കുക. അതൊക്കെ ഇപ്പം പറഞ്ഞാൽ ഞാൻ കയറി ഇമോഷണലാകും കേട്ടോ. ഇതൊരു പേഴ്സണൽ കാര്യമായിട്ട് കണക്കാക്കണ്ട, പൊതുവായിട്ടുള്ളൊരു പ്രശ്നങ്ങൾക്കുള്ളൊരു അങ്ങനെ കണ്ടിട്ട് ഒരു ഉപദേശം തന്നാൽ മതി. എനിക്കങ്ങനെ വലിയ ഫിലോസഫി ഒന്നും പറയാൻ അറിയില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, അതിൽ വേണ്ട നീ എടുത്തു. അത് മതി, അത് പറ. നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചോളം മനസ്സിന് വിഷമം ഉണ്ടായാൽ അതിപ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടുന്നതാണെന്ന് പറഞ്ഞാലും നമ്മൾ ആ പോട്ട് പുല്ലെന്ന് പറഞ്ഞ് നമ്മൾ തെന്നി മാറിങ്ങി വരും. ജീവിതകാലം മുഴുവൻ ആ സങ്കടം ഉണ്ടാകുമെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മറന്നു വരുമ്പോഴത്തേക്കും ഇതുപോലെ ഓരോ തെണ്ടികളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പക്ഷേ പെണ്ണുങ്ങളുടെ മനസ്സ് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവരെങ്ങനെ ഉൾക്കൊള്ളും, അടുത്ത നിമിഷം അവരെങ്ങനെ പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയാനേ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു പുരുഷൻ സ്ത്രീയെ വേണ്ട എന്ന് പറയുന്നത്, എൻ്റെ മോനെ, അതവർക്കൊരു ഷോക്കായിരിക്കും. ആ സിറ്റുവേഷൻ അവരെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ വെല്ലുവിളി. എന്തും സംഭവിക്കാം. ഇങ്ങനെ ചിലപ്പോൾ മരണം വരെ നടന്നെന്ന് വരാം. ഇയാൾ എന്താണ് ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കുന്നത്? എടാ, നീ പേടിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ചേട്ടൻ ഒന്നെൻ്റെ കൂടെ വന്നേ. അങ്ങോട്ട് അവളെ കണ്ടിട്ടൊന്ന് സംസാരിക്കാം. പോടാ, എന്നിട്ട് ഞാൻ ജയിലിൽ വന്ന് കിടക്കാനായിട്ട്. നിന്റെ വീട്ടിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, അവരെ കൂട്ടിക്കൊണ്ട് പോകും. അല്ല ചേട്ടാ, നീ പോടാ ഇറക്കാം. 10 കസ്റ്റമർ വരുമ്പോ അവൻ കയറി വന്നോളും. ഫ്ലാഷ്ബാക്ക്, മാങ്ങാത്തൊലി, തേങ്ങാക്കൊല, വെറുതെ മനുഷ്യനെ കരയിക്കാനായിട്ട്. എന്ത് ആ കയ്യും അപർണ, ഈ ഫോട്ടോ എന്തിനെടുക്കുന്ന പറഞ്ഞ? ഒരു പടത്തിന്റെ കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു, അപ്പൊ അതില് പവടയും ബ്ലൗസ് ഇട്ട് ഫോട്ടോ അയക്കാൻ വേണ്ടിട്ട്. ഓ, അല്ല ഈ ഫിലിമിലെ ഹീറോയിൻ ഡെസ്പായിട്ടുള്ള ക്യാരക്ടറല്ലോ? അല്ല. എന്നാന്ന് പ്ലസന്റ് ആയിട്ട് ചെയ്യ്. ഓക്കെ. എന്ത് പറ്റി? ഭയങ്കര ഗ്ലൂമിയാണല്ലോ. അവി, എനിക്കൊന്ന് സംസാരിക്കണം. ഓക്കെ, എന്നാ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? ഓക്കെ. അവി, ദീപുടെ മാറ്റർ അവിയോട് സംസാരിക്കണമെന്ന് കുറച്ചാളായി വിചാരിക്കുന്നു. ഓ, എനിക്ക് തോന്നിയതായിരിക്കും കാരണം. അവി, ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു എന്താ പറയുക, ഒരു പ്ലസൻ്റ് ആയിരിക്കുമ്പോൾ മാച്ചിങ് ആകാതിരിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അതുപോലെ എവിടെയൊക്കെയോ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്സിങ് പോലെ. അല്ല, എന്താ പറഞ്ഞതെന്ന് അവനെന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സായിരുന്ന സമയത്ത് എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് എല്ലാം കൂടെ ആകെ കൺഫ്യൂഷനാണ്. എന്ത് കൺഫ്യൂഷനാണ്? ഞാൻ ദീപുവിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ ഓരോ കാര്യങ്ങൾ പറയുന്നത്, പക്ഷെ ദീപു അതൊക്കെ എടുക്കുന്നത് വേറെ രീതിയിലാണ്. എടാ, ഒന്നാമത് അവന്റെ സ്വഭാവം അങ്ങനെയാണ്. ഞങ്ങൾ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞോണ്ടിരിക്കുന്നു. അതൊന്നും കാര്യാക്കണ്ട, അവൻ ശരിയായിക്കോളും. വേണ്ട വി, ഞാനൊട്ടും കംഫർട്ടബിൾ അല്ല ഈ റിലേഷൻഷിപ്പിൽ. ആക്ച്വലി ബ്രേക്കപ്പാണ് നല്ലത്, പക്ഷെ ദീപു അതെങ്ങനെ എടുക്കുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പറയാനും പറ്റുന്നില്ല. അയ്യോ, അവനൊന്നാമത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. ഈവൻ എൻ്റെ കാര്യത്തിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അങ്ങ് അറ്റം വരെ കൂടെ നിന്നിട്ടുണ്ട്. സോ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ എനിക്കറിയില്ല എങ്ങനെ പെരുമാറുന്നുള്ളത്. എന്തായാലും അപർണ അവന് വലിയ കാര്യമാണ്. സോ ഓക്കെ, ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. പിന്നെ അധികം വഹിക്കാൻ വേണ്ട. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ? അവി, ഞാൻ അവിയുടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ ഷർട്ട് ആരാ വാങ്ങിയത്? ഇതൊരാളെ ഗിഫ്റ്റ് തന്നതാ.
ഓ ഒരു രസമില്ല, ഒരു വെയിറ്റർ ലുക്കാ. ആ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അപ്ലൈ ചെയ്താൽ മതി. ആ പിന്നെ സ്വീറ്റ്സും ഡെസേർട്ട് ഇവിടെ സെറ്റ് ചെയ്താൽ മതി. അതാകുമ്പോൾ ഒരു തവണ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചവർക്ക് എളുപ്പമാവും. മാത്രമല്ല ഈ ഭാഗത്ത് അധികം ട്രബിളും ഉണ്ടാവില്ല. നീ ഒരു സംഭവട്ടാ. നോ. ആ പിന്നെ ഇതൊക്കെ പേപ്പറിൽ വരച്ചൊക്കെ എളുപ്പമാണ്, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ മാൻ പവർ വേണം. അത് കുഴപ്പമില്ല, ഞാനും മീനും കൂടി ഹാൻഡിൽ ചെയ്തോളാം. ഇത് എത്ര പേരുടെ പരിപാടിയാ? നീ നോക്കണ്ട, ഇത് ശരിക്കും ക്രൗഡഡ് ആയിട്ടുള്ള പ്രോഗ്രാമാ. ഓക്കെ. ചേച്ചി അങ്ങനെ ബ്രേക്കപ്പ് ചെയ്താ എന്നെല്ലാരും കൂടെ മറ്റേ തേപ്പുകാരൻ എന്ന് വിളിക്കുക ചേച്ചി. തേപ്പുകാരന്? ഓ, അതായത് ഈ പ്രേമിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാരെ നിങ്ങളുടെ ജനറേഷനിൽ തേപ്പുകാരൻ അങ്ങനെ വിളിക്കും. ആ അതൊക്കെ എനിക്കറിയാം. എന്നെ അത്രയ്ക്ക് ഓൾഡ് ജനറേഷൻ ആക്കല്ലേ മോനെ. ഓ സോറി. അപ്പം ചേച്ചി പറഞ്ഞ പോലെ. അല്ല നിങ്ങൾ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? 2 മാസമായി. ഓ അതൊരു വലിയ കാലമാണ് കേട്ടോ. ഇനിയിട്ടേച്ച് പോകാൻ പറ്റില്ല. പ്രശ്നമാണ്. ചേച്ചി കളിയാക്കാണോ എന്നെ? നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേര് പ്രേമിച്ച് മാത്രം കല്യാണം കഴിക്കുള്ളൂ. എന്തിനാ വാശി പിടിക്കണേ? എനിക്ക് അങ്ങനെ ഒരു വാശിയില്ല ചേച്ചി. അല്ല നീ വാശി പിടിച്ചെന്നല്ല, പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞതാണേ. അതിപ്പോ ഒരു പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ ബോറല്ലേ ചേച്ചി? അപ്പൊ 2 മാസം കൊണ്ട് കല്യാണം കഴിക്കുന്ന ആളെ പരിചയമാവും. ലവ് മാരേജും അറേഞ്ച് മാരേജും തമ്മിൽ എന്താ വ്യത്യാസം? അല്ല അത് അല്ല ഈ 2 മാസം കൊണ്ട് നീ അപർണ ഫുള്ളായങ്ങ് മനസ്സിലാക്കിയ? ഇല്ലല്ലോ. അപ്പൊ ഒരാൾ ഇഷ്ടാവുമ്പോഴേക്കും ഇത്ര മാത്രം അതിനെ കുറിച്ച് ആലോചിച്ച് തലപോയേണ്ട കാര്യം തിരിക്കണം. ഇത്തിരി കൂടി അറിഞ്ഞിട്ടൊക്കെ പോരെ. അതല്ല രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാവണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതപ്പ അവിടെ നിർത്തിക്കൊള്ളണം. അതിലൊരു തെറ്റുമില്ലടാ. അതിന് നിന്നെ ആരും തേപ്പുകാരാന്നും വിളിക്കാൻ പോണില്ല. ചേച്ചിക്ക് ഇനി ആ കഥ എഴുതും കൂടെ ഇങ്ങനെ വന്നിട്ട് ഇതുവരെ ഗംഭീര പോയിന്റ്സ് ഒക്കെ പറഞ്ഞോടെ. ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? ഇനി നീ പോയി അവളോട് കാര്യം പറഞ്ഞു മനസ്സിലാക്ക. ഇങ്ങോട്ട് വരാൻ പറയാം. അത് വേണോ ചേച്ചി? പ്ലീസ്. ഇത് അവനോട് എങ്ങനെ പറയുന്നുള്ള ടെൻഷനിലാണ് അപർണ. ശരിയാ, ഇത് അവനെങ്ങനെ എടുക്കുന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോ അപർണയുടെ വായുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോണ്ടാവുന്ന ഷോക്ക് നമുക്ക് നൈസായിട്ട് വേണമെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാം. എങ്ങനെ? ഞാൻ അപർണയെ കുറിച്ച് കുറച്ച് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് അവന്റെ മനസ്സിൽ അപർണയോടുള്ള ഇഷ്ടം വേണ്ടല്ലേ, ഓവറാവല്ലേ? അതൊന്നും വേണ്ട വി. ആക്ച്വലി നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ മനസ്സിൽ കിടക്കും. പിന്നെ എന്തെങ്കിലും അവൻ അത് അവളോട് പറഞ്ഞ നിന്റെ ഉള്ള വില കൂടി പോകും. ശരിയാ, വെറുതെ എന്തിനാ അതിൻ്റെ ഇടയിൽ പോയിട്ട് ആകെ നാണക്കേടാവും. ഇതൊക്കെ അവര് തന്നെ സോർട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ, അവൻ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി പോയിട്ടില്ല. നമ്മളുടെ ഒരു ഷെയ്ഡിൽ നിന്ന് കാര്യങ്ങൾ ചെയ്താൽ പോരാ, അവൻ സ്വന്തമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ പഠിക്കണം. മാനേജ് ചെയ്താൽ മതി. മാത്രമല്ല വി, അവനൊരു റൈറ്ററാണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് അവന് ഫ്യൂച്ചറിൽ നല്ലൊരു റൈറ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് തോന്നണത്. ബ്രേക്കപ്പ് ആവണ ആൾക്കാരെക്കാളും ടെൻഷൻ ആണല്ലോ നിനക്ക്. താനിവിടെ വന്ന് നിൽക്കണോ? ഇവിടെ അല്ല, 4th ഫ്ലോറിലെ പരിപാടി. അവിടെ ഗസ്റ്റ് ഒക്കെ വന്ന് നിൽക്കുക. വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ ആളില്ല. എന്റെ ചേട്ടാ, നിങ്ങൾക്ക് ആള് മാറിയാണ്. ഞാൻ കാറ്ററിംഗ് പോയെന്നല്ല. അല്ലേ? അയ്യോ സോറി സാർ, അവരെ ഇതേ യൂണിഫോമിൽ വന്നിരിക്കണത്. ആകെ കൺഫ്യൂസ് ആയിപ്പോയി. സോറി ഏട്ടാ, സോറി. അത് ആള് മാറിപ്പോയതാ വി. ഇരിക്ക്. കുടുക്കി. ആകെ ടെൻഷൻ. നീ ഇങ്ങനെ ടെൻഷൻ ആവണ എന്തിനാ? ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. അല്ല അപ്പൊ ഫസ്റ്റ് പറയേണ്ടതാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് പഠിക്കേ. നീ നിന്റെ രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയാൽ മതി. കുറച്ച് കയ്യിൽ നിന്ന് എടുത്തിട്ടോ കാര്യങ്ങൾ അങ്ങോട്ട് കൺവേ ആയാൽ മതി. കാര്യങ്ങൾ കൺവേ ആയാൽ മതി. ഓക്കെ. അവി എനിക്ക് ടെൻഷൻ ആവുന്നു. നിങ്ങൾ എവിടെയാ? ഞങ്ങളിവിടെ അടുത്തടുത്ത് തന്നെ ഉണ്ട്. നമുക്കിത് ഇന്ന് തന്നെ പറയണോ? അയ്യോ വെച്ചോണ്ടിരിക്കണ്ട, ഇത് ഇന്ന് തന്നെ പറയണം. അവനെത്തിയോ? ഇല്ല, എത്തുമ്പോ വിളിക്കാന്നാ പറഞ്ഞ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ. അപ്പു വിളിക്കുന്നു. അപ്പു. ആ ദീപു എവിടെയാ? ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പു എത്തിയോ? ആ എത്തി. ഞാൻ അങ്ങോട്ട് വരാം. ആ ഓക്കെ. പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരട്ടെ. സാമേ പോവാണോ? നീ എവിടെയെങ്കിലും പോ. നീ ഒന്നും കാര്യാക്കണ്ട, പോയിട്ട് വാ. ബ്രേക്കപ്പ്. എവിടെ പോവാ? അവനെത്തിയോ? ഇല്ല, ഇപ്പൊ എത്തും. എനിക്ക് ആ കൂടെ ഒരു ടെൻഷൻ. അയ്യോ അപർണ പേടിക്കണ്ട,
ഇനി അപർണ പറയുന്നതായിട്ട് എങ്ങാനും ബോധം കിട്ടി വീഴാണെങ്കിൽ അവനെ പൊക്കിക്കൊണ്ട് പോകാനായിട്ട് ഞാൻ സ്ട്രക്ചർ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ മീനാക്ഷിയെ വിളിച്ചാൽ മതി. ഓക്കെ? ആ ദേ ദീപു എത്തി. അവന് ടെൻഷൻ അടിക്കണ്ട. എന്നേ ഓർഡർ ചെയ്തു? ഇല്ല, ദീപു എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തു. സന്ദീപേ വാ. എന്താ 2 കോഫി. 2 കോഫി. വേറൊന്നും വേണ്ടേ? അത് മതി, അത് മതി. മതിയായി? ശരി. നൈസ് കളർ. ഇത് മുമ്പിട്ടതാണല്ലോ. ആ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതാ പ്രശ്നം. എന്താ? ഇല്ല, ഞാൻ വേറൊരു കാര്യം ഓർത്താ. ആ പറയടാ. പക്ഷെ ഇത് ശരിയാവോ തോന്നല്ല. നിന്നെ പറ. പിന്നെ എന്തോ പറയാനുണ്ടെന്ന് അത് പറഞ്ഞു. ഒന്നുമില്ല. നമ്മുടെ മീനാക്ഷിയും അവിനാശും എത്ര കാലായി? റിലേഷൻഷിപ്പ് 4-5 വർഷം ആയിക്കണം. എന്താ ചോദിക്കാൻ? ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചാ. ആ ഒരു മിനിറ്റ്. ദീപു, ഒരു മിനിറ്റ്. ശുശു ഇപ്പൊ ഓക്കെ. നീ എന്താ പറയാത്തെ? ഇത് ശരിയാവില്ല. എന്താ കാര്യം? നീ എന്തൊരുമാതിരി ദ്രാവിഡ് കളിക്കണ മാതിരി അങ്ങോട്ട് കയറി പറയടാ. ഇന്ന് ശരിയാവില്ല. നീ നോക്കിയേ, അവളാണ് നല്ല ഒരുങ്ങി ഭംഗിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്താ പറയാൻ പോകുന്നത് ഒരു ധാരണ ഉണ്ടാവില്ല. അവള് തകർന്നു പോകില്ല ഈശ്വര. അഭി ഇതെന്നെ കൊണ്ട് പറയാൻ പറ്റും തോന്നുന്നില്ല. അതെന്താ? ദീപു ഒന്ന് ഭയങ്കര ഹാപ്പിയാ. എന്നെ കാണിക്കാൻ വേണ്ടി പുതിയ ടീഷർട്ട് കേട്ടിട്ടാ വന്നേക്കുന്നേ. അത് പുതിയ ടീഷർട്ട് ഒന്നല്ല, അത് എന്റെ ടീഷർട്ട്. അങ്ങനല്ല, അത് അവന്റെ ടീഷർട്ട് തന്നെയാണ്. അല്ല, അപ്പു കാര്യം പറഞ്ഞോ? അവനെവിടെ? ടോയ്ലറ്റിൽ പോയിരിക്കാ, ഇപ്പൊ വരും. ഓ ആഹാ, ശരി ശരി ശരി. ഓക്കെ. പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഇനി കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അതിക്രൂരമായിട്ട് ചെല്ലുന്നു, കാര്യം പറയുന്നു, സംഭവം ക്ലീൻ. അത്രേ ഉള്ളൂ. മഞ്ഞ മാത്രം ശരിയാ മതിയായിരുന്നു. ഞാനിവിടെ ജീവൻ പണയം വെച്ച് നോക്കുമ്പോൾ മഞ്ഞ. നീ അതൊന്നും നോക്കണ്ട, നീ പോയി പറഞ്ഞിട്ട് വാ. അപ്പൊ പോവാണ്. ബൈ. സാമ പച്ചപ്പഴ ശരിയാവാ. അപ്പു എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ട് അപ്പു പറഞ്ഞു. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് ദീപു പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ഭയങ്കര ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. അതേ ദീപു, എനിക്കും അതേപോലത്തെ ഒരു വലിയ കാര്യം തന്നെ പറയാനുള്ളത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ദീപു എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ദേ നോക്കി. നീ എന്താ ഇവിടെ? ഡിഎച്ചിക്ക് സപ്പോർട്ട് അവൻ ബ്രേക്കപ്പ് ആവണെന്നാ പറയണേ. ബെസ്റ്റ്. അല്ല, അപർണയും ഇത് തന്നെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് അവരിപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടാവും. മഞ്ഞ ശരിയാവും. മഞ്ഞേ അത് നോക്കട്ടെ, അതേ അങ്ങോട്ട് നോക്കി നോക്കി. ദീപു, നമുക്ക് ബ്രേക്കപ്പ് ആകാം. ആർ യു ഓക്കെ? ഞാൻ കുറെ ദിവസമായിട്ട് ഇത് പറയണമെന്ന് വിചാരിക്കുന്നു. ദീപു ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം. ഞാൻ കുറെ ദിവസം ടെൻഷൻ അടിച്ചിരിക്കരുത് ഇങ്ങനെ പറയുന്ന വെച്ചിട്ട് ഇപ്പോഴാ സമാധാനമായത്. You're my best friend. Happy with you. Cheers. അടിപൊളി. ചേട്ടാ, 2 ചിക്കൻ സാൻഡ്വിച്ചും 2 കോഫി. വേറെ എന്തെങ്കിലും വേണം? വേണ്ട. ഇപ്പൊ കൊണ്ടുവരാട്ടോ.